രണ്ട് പുരുഷന്മാർ ഒരുമിച്ച് ജീവിക്കുകയാണല്ലോ, ഒരുമിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇത്തരം ചില ചിന്താഗതികളിലേക്ക് സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി മാറി വരികയാണ്. അതിനോട് ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? സമൂഹത്തിൻ്റെ ചിന്താഗതിയല്ല, പ്രകൃതി വിരുദ്ധം എന്നാണ് അതിന് പറയുന്നത്. ഒരു വേശ്യ സ്ത്രീയെ പ്രാപിക്കുകയാണെങ്കിൽ അത് പ്രകൃതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പുരുഷൻ സ്ത്രീയെ പ്രാപിക്കുക. ഇപ്പോൾ അവിടുന്ന് ആ പയ്യൻ എന്ന് പറഞ്ഞാൽ സാരി എടുത്തിരിക്കുന്ന പയ്യൻ, അയാൾ പറഞ്ഞ നേരം വെളുക്കുമ്പോഴത്തേക്ക് വെട്ടം വീഴുമ്പോഴത്തേക്ക് ആണുങ്ങൾ പുച്ഛിക്കും, രാത്രി അവർക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഇതൊരു തരം തൊഴിലല്ലേ? ഇവരൊക്കെ കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ മനുഷ്യരായിട്ട് തന്നെ അംഗീകരിക്കണം. ഇവരെ നമ്മുടെ സ്വന്തം സഹോദരന്മാരായിട്ടോ സഹോദരിമാരായിട്ടോ കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം ബ്രസീലടക്കം ദക്ഷിണാഫ്രിക്ക അടക്കം അവിടെ സ്വവർഗരീതി അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവിടേക്ക് എന്തുകൊണ്ട് വരുന്നു? അവിടേക്ക് ദാരിദ്ര്യം കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ റെഡ് സ്ട്രീറ്റുകൾ കേരളത്തിൽ ഇല്ല. ഇവിടെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് ഈ രാജ്യത്തെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് സമൂഹത്തെ വെല്ലുവിളിക്കുന്നത്. വേശ്യാവൃത്തി, ഇത് വേശ്യാവൃത്തി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവരുടെ അവകാശങ്ങൾ വേശ്യാവൃത്തി തന്നെയാണ്. ഇതിന് നമ്മൾ ഗർഭപാത്രവും ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരം വിവക്ഷിക്കപ്പെടാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു സ്ത്രീ മനസ്സുള്ള ഒരു പുരുഷ ശരീരത്തെ എന്തുകൊണ്ട് ഒരു വ്യഭിചാര പദവിക്കുള്ള ഒന്നായി പൊതുസമൂഹം കാണുന്നു? ജനിക്കുമ്പോൾ പല വികലാംഗരായിട്ടുള്ളവർ പലരുമുണ്ട്. അവരെ നമ്മൾ പുറത്താക്കുന്നില്ലല്ലോ. അവരെ ഏതെങ്കിലും വിധത്തിൽ പല കഴിവുകളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും, അവരെ വളർത്തും. അതേപോലെ തന്നെ കണക്കാക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഹോർമോണൽ ഇതുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അവർ വളരെ അധപ്പതിച്ച കൂട്ടരാണെന്ന് കണക്കാക്കുകയൊക്കെ മലയാളി ചെയ്യുന്നത് തെറ്റാണ്. 10 വർഷത്തിനിപ്പുറത്തേക്കും ഇത്തരം ഒരു വിഭാഗത്തിൽ വരുമ്പോൾ നിർബന്ധിതമായി വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഇപ്പോൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് പുറത്താവുന്നു, അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്താവുന്ന ഇവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കിട്ടത്തില്ല. കാര്യം കുട്ടിക്കാലത്ത് പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടും. ഇവരെ പീഡിപ്പിക്കുന്ന കാരണം സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, കളിയാക്കുന്നത് കാരണം അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ സമീപനം വളരെ നെഗറ്റീവാണ്. അപ്പോൾ കൃത്യമായി പഠിക്കാൻ പറ്റത്തില്ല, അവരുടെ സ്കില്ലുകളൊന്നും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളൊരാൾ എന്ത് തൊഴിലെടുത്ത് ജീവിക്കും? ഒരു സമൂഹത്തിൻ്റെ നിന്നും ഒരു മുഖ്യ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഗ്രൂപ്പ് പെരുമാറുമ്പോൾ ഇവരല്ല ആരായാലും അത് സമൂഹം ശ്രദ്ധിക്കപ്പെടും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭാഷ, ഇവരുടെ രീതി, ഇവരുടെ ചലനങ്ങൾ ഒക്കെ ഈ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെ ആവുമ്പോൾ സമൂഹം ഇവരെ മാറ്റി നിർത്താൻ തന്നെ ശ്രമിക്കും. ഇവർ ചെയ്യേണ്ടത് വിദ്യാഭ്യാസപരമായി ഉയരണം, ലൈംഗിക തൊഴിൽ ഉപേക്ഷിക്കണം. തേർഡ് ജെൻഡറായ ഒരാൾ കുടുംബത്തിൽ ജനിക്കുന്നെങ്കിൽ അവരെ ഇത് വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്തുമെന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ഇവരുടെ പറയുന്ന വീട്ടിൽ തന്നെ അവരുടെ മക്കൾ എങ്ങനെയാണെന്നുള്ളത് ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അവർ പൊതുവെ ഇപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിലോ സ്കൂളിലോ വിടുന്നു. ഇപ്പോൾ അവരിൽ ഇപ്പം മോളായിരുന്നാലും മകനായിരുന്നിരുന്നാലും ശരി തന്നെ അവർ തമ്മിൽ എന്തൊക്കെയാണെന്നുള്ളത് കോളേജിലും സ്കൂളിലും പോകുമ്പോൾ ഇവരാരും ചെന്ന് നോക്കാറില്ലല്ലോ. സിനിമാ തിയേറ്ററിൽ ഞങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങളെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇതായിരിക്കും, ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര കളിയാക്കലും ബഹളമായിരിക്കും. സിനിമാ തിയേറ്ററുകളിൽ ലൈറ്റ് അണയുമ്പോൾ നേരത്തെ ഫ്രണ്ടിൽ ചെന്നിരിക്കുന്നവർ പിന്നെ നമ്മൾ അടുത്തിരിക്കുന്നവർ നമ്മളടുത്തായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞ രീതി അനുസരിച്ച് അവരുടെ മക്കൾ അങ്ങനെ ഒന്നുമില്ല. അവരുടെ മക്കൾ എങ്ങനെയാണെന്നുള്ളത് ആർക്കും ചൂന്ന് നോക്കാനോ ഒന്നും പറ്റത്തില്ല. കോളേജിലും സ്കൂളിലും പോകുന്നില്ല, തിയേറ്ററുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഇപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളിൽ തന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ പലരുടെ മക്കളായിരിക്കും. അവിടെ എന്തെല്ലാം കാണിക്കുന്നു എന്നുള്ളത് ഈ രക്ഷാകർത്താക്കൾ അറിയുന്നില്ല. അങ്ങനെയുള്ളത് സ്വന്തം മക്കളുടെ കാര്യം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അവരുടെ രീതിയിൽ സെക്സായിട്ട് ബന്ധപ്പെടുന്നത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ ആണും പെണ്ണുമാണ്, അല്ലാതെ ആണുമല്ല പെണ്ണുമല്ല. അതൊരിക്കലും യൂത്തായി ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് പറഞ്ഞ പോലെ പറയാനുള്ള അവസരം തരാമല്ലോ, പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ പറഞ്ഞു, ചെന്നൈ പറഞ്ഞു, ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ആണും ആവും, കോളേജിൽ പോകുമ്പോൾ ആണുമായിരിക്കും, വിമൻസ് കോളേജിൽ പോയ പെണ്ണും തന്നെ ആയിരിക്കും. അതൊരിക്കലും ഞങ്ങൾ യൂത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള ഡിസയർ ഇല്ല എന്നൊന്നുമല്ല. ഇഷ്ടം പോലെ കേസുകൾ എല്ലാ കോളേജുകളിലും എല്ലാ സ്കൂളുകളിലും
എല്ലാ വിദ്യ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല ഒരുപക്ഷെ, പക്ഷേ ഇഷ്ടം പോലെ അത് നാട്ടിലുണ്ട്. ഇത് ഒരു റെക്കോർഡഡ് ആയ കാര്യം തന്നെയാണ് താനും. നിങ്ങൾ അംഗീകരിക്കുന്നു ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ അങ്ങനെ ആവണമെന്നല്ല പറഞ്ഞു. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടി കോളേജിൽ പോകുന്നു, അവരുള്ളിൽ നടക്കുന്ന സെക്ഷുവാലിറ്റിയും അവരുടെ പ്രണയബന്ധം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കില്ല? നിങ്ങൾ കേരളത്തിലെ യൂത്തിനെ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. കേരളത്തിലെ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാനും എന്നെ സ്വയം പ്ലേസ് ചെയ്യാണ്. എന്താണ് ഈ യുവസുഹൃത്തിനെ ഭയപ്പെടുത്തുന്ന ഒരു എലമെന്റ് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എന്താ വെച്ചാൽ പെണ്ണും പെണ്ണുമായി പോകുക, ആണും ആണും ആയി പോകുക എന്നുള്ളതിനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ആളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. എന്താണ് ആ ഫിയർ എന്ന് അറിയാനായി? എൻ്റെ ചേച്ചി, എനിക്ക് ഭയമൊന്നുമില്ല. ഇത് സാംസ്കാരിക കേരളമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ദൈവികമായിട്ടാണ് കേരളം എന്ന് പറയുന്നത്, മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ അല്ല. അപ്പോൾ അതിൻ്റെ കൾച്ചറായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനെ തകർത്തുകൊണ്ട് കുറേ ഫെമിനിസ്റ്റുകൾ വരുന്നു, അല്ലെങ്കിൽ ടീച്ചർ ലെക്ചർ വരുന്നു. അതൊന്നും മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ മാറ്റില്ല. ഞങ്ങൾ അമ്മ പെങ്ങൾ ഈ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ രാവണൻ ലക്ഷ്മണൻ ഈ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അല്ല, ഈ രീതിയിൽ പറയുന്നത് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ സെക്സുമായിട്ട് ബന്ധപ്പെടാം, അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അവർ ജീവിക്കുന്ന രീതിയിൽ അവരെ ജീവിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർ ജീവിക്കണം, പക്ഷേ സെക്സുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. മോശമായിട്ട് തോന്നില്ല. നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴേ നിങ്ങൾ കല്യാണം കഴിച്ച സെക്സ് ചെയ്യില്ലേ? അതിനെന്താ സെക്സ് ചെയ്യുന്നുണ്ട്? എനിക്ക് ഇഷ്ടം ആണിനോടാണ്, എനിക്ക് പെണ്ണിനോട് ഇഷ്ടമല്ല. സത്യം. എനിക്ക് ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുകയാണ്, സാംസ്കാരിക കേരളം ഇതാണ് സാംസ്കാരിക കേരളം. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് സാംസ്കാരിക കേരളം. എന്താ ആപത്ത്? ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു ആണിനോട് ഇഷ്ടം, എനിക്കൊരു ആണിന് വിവാഹം കഴിക്കാൻ ഇഷ്ടം, എനിക്കൊരു പെണ്ണിന് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല, പോരെ? വർക്കുണ്ട്. ഇപ്പോഴും നിങ്ങൾ പഴയ ആ ഒരു ബന്ധത്തിലാണോ കഴിയുന്നത്? ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം. എത്ര വർഷം നിങ്ങൾ ഈ ബന്ധം തുടരും? നമ്മൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പുരുഷനായാലും സ്ത്രീ ആയാലും അതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. തീർച്ചയായും സെക്സ് വർക്ക് അല്ലാതെ ഇതുപോലെ നടക്കുന്ന ഫീമെയിൽ ക്യാരക്ടറുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന്. ഞാൻ ആ ഫീമെയിൽ വേഷം കെട്ടി സ്റ്റേജിൽ കയറുകയും സ്ക്രീൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഈ പുരുഷന്മാർ അംഗീകരിക്കുന്നില്ല? സ്ത്രീകൾ മാത്രം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല? കൂടുതൽ ഈ പുരുഷന്മാരാണ് ഇതുപോലെ സ്ത്രീവേഷം കെട്ടുന്നവരെ കാണുമ്പോൾ പരിഹസിച്ചിട്ടുള്ളത്. സ്ത്രീകളെല്ലാം അംഗീകരിക്കുന്നു. ഞാൻ എന്റെ ജോലിയാണ് ചെയ്തത്, എന്റെ പ്രൊഫഷനാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല? പറയാലോ, നിങ്ങളുള്ള ആൾക്കാർ തന്നെയാണ് കാരണം. രാത്രി പോകുമ്പോ ശരീരം വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ മറ്റുള്ളവർ ആ രീതിയിൽ കാണും. പറഞ്ഞില്ലല്ലോ. അങ്ങനെ അതേപോലെ 100-90 ആണുങ്ങളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. ഞാൻ ആദ്യമേ സെക്സ് വർക്കേഡ് പ്രോജക്റ്റിൻ്റെ മാനേജറായിരുന്നു. അത് കഴിഞ്ഞിട്ട് MSM പ്രോജക്റ്റിൻ്റെ മാനേജറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ID പ്രോജക്റ്റിൻ്റെ മാനേജറായി. തിരിച്ച് ഞാൻ MTH എന്ന് പറയുന്ന പ്രോജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. MTH എന്ന് പറയുന്ന MSM ട്രാൻസ്ജെൻഡർ ഹിജഡ. ഈ നമുക്ക് ടോട്ടൽ കോൺടാക്റ്റ് എന്ന് പറയുന്ന 1521 പേരുണ്ട്. ആ 1521 പേരിൽ അതിൽ MTHൽ MSM ട്രാൻസ്ജെൻഡർ ഹിജഡയുണ്ട്. അതിൽ ഈ ഇരിക്കുന്നവരെയൊക്കെ മക്കളുണ്ടോ ഇല്ലേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ചോദ്യം എത്ര അപമാനകരമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.